ഞാൻ ഈ കാന്താരി പറിക്കുന്നതേ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, തൈര് മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വഴിക്ക് കണ്ടതാണ് ഈ തൈര് മുളക് ഉണ്ടാക്കുന്ന വീഡിയോയെ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര കൊതിയായി പോയി. ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് അതിനകത്ത് കണ്ട പോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ മുളക് നമ്മുടെ അടുത്തില്ല, കാന്താരി മുളകുണ്ട്, നിനക്ക് അറിയാമെങ്കിൽ നീ തന്നെ ചെയ്യ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പോയി നമ്മുടെ വീട്ടിലെ കാന്താരി, ഞാനിവിടെ വെള്ള കാന്താരിയാണ് എടുക്കണത്, അത് പറിക്കുന്നുണ്ടായിരുന്നേ. ഇത് ഏകദേശം ഇത്ര എടുത്തിട്ടുള്ളൂ. നല്ലതും, അതായത് നന്നായിട്ട് മൂത്ത കാന്താരിയും അത്യാവശ്യം മൂക്കാത്ത കാന്താരിയും എല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ ഉപ്പ്, അത് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ, അത്രയൊന്നും വേണ്ട. ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് ഈ കാന്താരി ഇതേപോലെ നടുവേന്ന് ഞാൻ പൊളർന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ പൊളർന്നാൽ മതി. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ ഇതെങ്ങാനും കയറാനായിട്ട് ഇനി ഒത്തിരി സമയം എടുത്താലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതേ കണക്ക് ഇങ്ങനെ പിളർന്നിട്ട്, അമ്മയാണ് കേട്ടോ ഇത് ചെയ്യണത്, പിളർന്നിട്ട് ഇങ്ങനെ ഇടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉപ്പ് ഞാനിട്ടത് അത്യാവശ്യം നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഒരു ലേശം ഇറച്ചി നിൽക്കുന്നുണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നു എന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ ഇടുന്തോറും ഇത് എപ്പോൾ റെഡിയാവും എന്നുള്ള ഇതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. എന്നിട്ട് ആ ഉപ്പിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാനിതെല്ലാം കൂടെ മൊത്തത്തിലൊന്നിങ്ങനെ ഒരു 2-3 മിനിറ്റോളം ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ആ പിളർന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെ ഉണ്ടല്ലോ, ഉപ്പൊന്ന് കയറട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ കുറച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉപ്പിൻ്റെ അകത്തുനിന്ന് ഈ കാന്താരികളെ ഇങ്ങനെ സെപ്പറേറ്റാക്കി എടുക്കണം കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് തന്നെ. ഇത്രയും അത്യാവശ്യം ഞാനൊരു 1-2 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് വെക്കുകയൊന്നും വേണ്ട, ഇതേ കണക്ക് ഇങ്ങനെ കോരി എടുത്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഗ്യാപ്പിലോട്ടൊക്കെ ഉപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് തൈരാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള തൈരാണ്. എന്നിട്ട് ആദ്യം നമ്മളൊരു ഇച്ചിരി ഒഴിച്ചിട്ട് അതെല്ലാം മുങ്ങി നിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ടത് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തൈര് ഇത് മുക്കി നിർത്താൻ പറ്റുന്ന പാകത്തിന് നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് മറ്റേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പില്ലേ, അതുകൂടെ കുറച്ചമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതിങ്ങനെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് തോന്നിയത്. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരുമുളക് പോലേ അല്ല, അത് മൊത്തത്തിൽ ഉപ്പാണ്. പക്ഷേ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ്, എനിക്കതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മളതൊരു വട്ടപാത്രത്തിലേക്ക് അടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. എന്നുവെച്ചാൽ അന്ന് നമ്മൾ ഇട്ടില്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വെയിലത്തേക്ക് ഇടുന്നത്. ഇത് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഇരുന്നതാണ് കേട്ടോ ഇങ്ങനെയെന്ന് പറയുന്നത്. ഈ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന തൈര് തീരുന്നത് വരെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എടുക്കുക, വെയിലത്തിടുക, പിറ്റേ ദിവസം അതെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾ ഇടുമ്പോഴത്തേക്കും പാത്രത്തിലൊന്നും വെച്ച് ഉണക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ പാത്രത്തിൽ മഞ്ഞയല്ല കറുപ്പ് കളറിലൊരു സാധനം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് പോവത്തുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത് പാത്രത്തിൽ വെക്കാണ്ട് ഇലയിൽ വെച്ചിട്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ മൊത്തം കോരി എടുക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഇത് തുറക്കുമ്പോഴും ഭയങ്കര ഒരു മണമാണ് കേട്ടോ. ഇത് കോരുമ്പോഴത്തേക്ക് ഇങ്ങനെ എനിക്ക് ഇത് തിന്നാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൊതി വരും നമുക്ക് കേട്ടോ, അത്രയും നല്ല മണമാണ് വരുന്നത്. അപ്പോൾ അത് കോരി കഴിഞ്ഞിട്ടുള്ള തൈരാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു. ഇനി ഇത് തീരുന്നത് വരെ ആ മുളകുകൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് വെക്കണം. പിന്നെ എനിക്ക് ഇവിടെ കാന്താരിയാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാന്താരി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് തൈര് മുളകിന് ഇടാൻ പറ്റുന്ന മുളകുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതെൻ്റെ കൊതിമൂത്തിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തൈരിൽ നിന്ന് കോരി വെച്ചിട്ടുള്ളത് ഒരു ഇല എടുത്തിട്ട് ആ ഇലയിലേക്ക്, ആ ഇല നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ, ആ ഇലയിലേക്ക് ഇതേ കണക്ക് നിരത്തി ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടിയിലൊരു പാത്രവും അതിൻ്റെ അടിയിൽ മുറവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതേ കണക്ക് ഇങ്ങനെ നന്നായിട്ട് നിരത്തി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെയാണോ നല്ല വെയിലുള്ള സ്ഥലം എന്ന് നോക്കി അത് എവിടെയെങ്കിലും അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ അതങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പം വെയിൽ നോക്കി പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് അത്യാവശ്യം കുറച്ച് വെയിലുള്ള സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അത്, ഞാൻ വാഴയില മാറ്റിയതാണ്. പിന്നെ ആ തൈരിലേക്ക് ആ ഉണങ്ങിയ കാന്താരി മുളകുകൾ അതേ തൈരിലേക്ക് തന്നെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ തൈര് എടുക്കുമ്പോഴാണെങ്കിലും നല്ല മണമാണ് കേട്ടോ. എനിക്ക് വീഡിയോവും പിടിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എനിക്കത് അതിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ.
ഞാനിത് ആ പാത്രത്തിൽ വെച്ചിട്ടല്ല കേട്ടോ ഉണക്കിയത്, വാഴയിലയിൽ വെച്ചിട്ടാണ്. ഞാനിത് എടുക്കാൻ വന്നപ്പോൾ ഞാൻ വാഴയിലയിൽ നിന്ന് കുടഞ്ഞ് ഇട്ടതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ക്യാമറ തുടച്ചാണ് കേട്ടോ കണ്ടത്. നിങ്ങൾ ആ ഇരുട്ടായിട്ട് ക്ലാരിറ്റി കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ്. പിന്നെ നമ്മളതെല്ലാം കൂടെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ച വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരാഴ്ച വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഒരാഴ്ച ചുരുക്കം മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മുളക് വറുത്ത് വെച്ചത് ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരാം.